പ്രോഗ്രാം സെഗ്മെന്റിലെ എറേഴ്സ് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. ആൻഡ് ടു റെക്ടിഫൈ ദ എറർ, സജഷൻസ് ടു റെക്ടിഫൈ ദാറ്റ് എറർ. ഓക്കെ, അപ്പം ഇതിന്റെ ഫസ്റ്റ് ലൈൻ തന്നെ നോക്കുകയാണെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് മാത്രമേ ഉള്ളൂ, ഹെഡർ ഫയൽ ഇല്ല അല്ലേ. സോ ഫസ്റ്റ് എറർ, ഹെഡർ ഫയൽ ഈസ് മിസ്സിംഗ് അല്ലേ. സജഷൻസ് ടു റെക്ടിഫൈ ദ എറർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. ഓക്കെ, ദെൻ ക്ലാസ് റൂം അല്ലേ. ഇവിടെ റൂം എന്നാണ് നമ്മുടെ ക്ലാസിന്റെ പേര്. ആൻഡ് ഇൻ ക്ലാസ് റൂം പ്രൈവറ്റ് ബൈ ഡിഫോൾട്ട് പ്രൈവറ്റ് സെക്ഷനിൽ 2 ഡാറ്റ മെമ്പേഴ്സ്, 2 ഇൻറ്റീജർ ഡാറ്റ മെമ്പേഴ്സ്, വിഡ്ത്ത് ആൻഡ് ലെങ്ത് അല്ലേ. അപ്പൊ ഈ ഒരു ഡിക്ലറേഷനിൽ നമുക്ക് യാതൊരു തെറ്റും പറയാനില്ല. ഇൻറ്റ് വിഡ്ത്ത് കോമ ലെങ്ത് സെമികോളൻ അല്ലേ. ക്ലാസ് റൂം തുടങ്ങി റൂം ക്ലാസ് ബോഡി ആണ് ഈ ബ്രേസസ് മുതൽ ക്ലോസിംഗ് ബ്രേസസ് വരെ. അത് ക്ലോസിംഗ് ബ്രേസസിന്റെ അവിടെ സെമികോളനും ഉണ്ട് അല്ലേ. ദെൻ അതിൻ്റെ അകത്ത് പ്രൈവറ്റ് സെക്ടർ മെമ്പേഴ്സ്, 2 ഇൻറ്റീജർ ഡാറ്റ മെമ്പേഴ്സ്, വിഡ്ത്ത് ആൻഡ് ലെങ്ത്, അതിൽ എറേഴ്സ് ഒന്നുമില്ല. ദെൻ 1 മെമ്പർ ഫംഗ്ഷൻ വോയിഡ് സെറ്റ് വാല്യൂ, 2 ഇൻറ്റീജർ വാല്യൂ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. 2 ഇൻറ്റീജർ വേരിയബിൾസ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്, ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിൽ ഫസ്റ്റ് പാരാമീറ്റർ W, അതിന്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് പാരാമീറ്റർ L, അതിന്റെ ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടില്ല. അവിടെ ഒരു എററാണ്, സിൻടാക്സ് എറർ അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ സെറ്റ് വാല്യൂവിനെ വിളിച്ചിട്ടുണ്ട് അല്ലേ. സെറ്റ് വാല്യൂ എന്നുള്ള ഈ ഒരു മെമ്പർ ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്. 2 ഇൻറ്റീജർ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുമുണ്ട് അല്ലേ. സോ ദ ഡാറ്റ ടൈപ്പ് ഓഫ് വേരിയബിൾ L ഈസ് ഇൻറ്റ് അല്ലേ. അതിവിടെ നമുക്ക് എന്ത് ചെയ്യണം, പറയണം അല്ലേ. സോ ഈ ഒരു ലൈനിൽ, ഈ ഒരു മെമ്പർ ഫംഗ്ഷൻ ഹെഡറിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് റെക്ടിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, വോയിഡ് സെറ്റ് വാല്യൂ ബ്രാക്കറ്റിന്റെ അകത്ത് ഇൻറ്റ് W കോമ ഇൻറ്റ് L. ഓക്കെ ആണോ? ഈ 2 എറേഴ്സ് ഓക്കെ ആണോ? പറഞ്ഞ് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഇനി അതിനുശേഷം ആ മെമ്പർ ഫംഗ്ഷന്റെ അകത്ത് എങ്ങനെയാ ഡിഫൈൻ ചെയ്താൽ നോക്കാം. വിഡ്ത്ത് ഈസ് ഇക്വൽ ടു W സെമികോളൻ, അതിൽ കുഴപ്പമില്ല. ലെങ്ത് ഈസ് ഇക്വൽ ടു L, സെമികോളൻ ഈസ് മിസ്സിംഗ് അല്ലേ. നമുക്ക് ഓരോ നമ്മുടെ സാധാരണ യൂഷ്വൽ സെന്റൻസിലെ ഫുൾ സ്റ്റോപ്പിന് തുല്യം തന്നെയാണ് നമ്മുടെ സെമികോളൻ എന്ന് പറയുന്നത് അല്ലേ. ഓരോ സെന്റൻസ് കഴിയുമ്പോഴും ഇറ്റ് ഷുഡ് ബി ദ. ഓക്കെ, അപ്പോൾ 1 സെമികോളൻ ഈസ് മിസ്സിംഗ്, ലെങ്ത് ഈസ് ഇക്വൽ ടു L, ഒരു സെമികോളൻ വേണം. ഓക്കെ, ദെൻ ഈ ഒരു മെമ്പർ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ദെൻ നമ്മുടെ ഹോൾ ക്ലാസ് ബോഡി ക്ലോസ് ചെയ്തു. ദെൻ വോയിഡ് മെയിനിൽ ഫസ്റ്റ് ഈസ് ഒബ്ജക്ട് ക്രിയേഷൻ ഫോർ അവർ ക്ലാസ് റൂം ക്ലാസ് റൂം എന്നാണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ പേര് അല്ലേ. ദെൻ ആ ഒബ്ജക്റ്റ് ഡോട്ട് സെറ്റ് വാല്യൂ, ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഈ മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യാണ് അല്ലേ. ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു 8,10. ഓക്കെ, ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ? ഓക്കെ, ദെൻ 6th ക്വസ്റ്റ്യൻ ആയിരുന്നു നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. Create 3 classes with names shape, rectangle and circle, and make use of the functions get data, print data and area. To find the area of circle and rectangle, which type of inheritance is suitable? Why? Explain. Okay, എന്താ പറഞ്ഞിട്ടുള്ളത്? മൂന്ന് ക്ലാസ് വേണം അല്ലേ. 3 ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് ക്ലാസിന്റെ നെയിം? എന്തൊക്കെ ആവണം? ഷേപ്പ്, റെക്ടാങ്കിൾ, സർക്കിൾ. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഡൗട്ട് ഉണ്ടോ? ഹലോ. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സസ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക, എങ്ങനെ ഡിക്ലെയർ ചെയ്യുക? ഷേപ്പ്, റെക്ടാങ്കിൾ, സർക്കിൾ, ഇങ്ങനെ 3 ക്ലാസ് വേണം. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാ പ്രോഗ്രാമിൽ എഴുതുക? റെസ്പോണ്ട് ചെയ്യൂ. റെസ്പോണ്ട് ചെയ്തോളൂ. ഓക്കെ, റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഷേപ്പ് എന്നുള്ളൊരു ക്ലാസ് അതെങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക? എങ്ങനെയാ ഷേപ്പ് എന്നുള്ളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം? ക്ലാസ് ഷേപ്പ്, പിന്നെ അതിന്റെ ബോഡി അല്ലേ? ആണോ? റെസ്പോണ്ട് ചെയ്ത്. ഓക്കെ, അപ്പം റെക്ടാങ്കിൾ, സർക്കിൾ ഇങ്ങനത്തെ ക്ലാസ്സസും നമുക്ക് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? സെയിം ക്ലാസ് റെക്ടാങ്കിൾ ആൻഡ് ഇറ്റ്സ് ബോഡി, ക്ലാസ് സർക്കിൾ ആൻഡ് ഇറ്റ്സ് ബോഡി അല്ലേ? ആണോ? ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ, സ്ക്രീൻ വിസിബിൾ ആണോ എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ക്ലാസ് ആയിരുന്നു നമുക്ക് വേണ്ടത്? 3 ക്ലാസ്സസ് ആണ്. ക്ലാസ് ഷേപ്പ്, അതിന്റെ ബോഡി, ബോഡിയിൽ എന്തൊക്കെ വേണമെന്നുള്ളത് ഇനി വരും. ഓക്കെ, ദെൻ ക്ലാസ് റെക്ടാങ്കിൾ, അതിന്റെ ബോഡി, ക്രോസ് ബ്രേസസിന്റെ അവിടെ സെമിക്കോളൻ വേണം. ദെൻ ക്ലാസ് സർക്കിൾ, ദെൻ ഇറ്റ്സ് ബോഡി, സെമിക്കോളൻ അല്ലേ? ഇത് എല്ലാവർക്കും ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഷുഡ് ബി സ്മോൾ ലെറ്റർ. ഓക്കെ, ഇത് കുഴപ്പമില്ലല്ലോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാണ്, പ്രോഗ്രാം എഴുതാൻ ശ്രദ്ധിച്ചിരിക്കുക, റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? Create 3 classes with names shape, rectangle and circle and make use of the functions get data, print data and area. So we have 3 member function. Get data സൈഡിൽ എഴുതാട്ടോ, അപ്പോൾ ക്ലാസ്സിൻ്റെ അകത്തല്ല എഴുതുന്നത്. Get data, sorry, get data, print data, ഏരിയ. ഇങ്ങനെ 3 മെമ്പർ ഫങ്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് ഏതൊക്കെ ക്ലാസ്സിൽ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ പ്രോഗ്രാമറുടെ ഇഷ്ടം. ഓക്കെ, ഈ 3 മെമ്പർ ഫങ്ഷൻസേ പാടുള്ളൂ. ഓക്കെ, ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് സർക്കിൾ ആൻഡ് റെക്ടാങ്കിൾ, വിച്ച് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഈസ് സ്യൂട്ടബിൾ, വൈ, എക്സ്പ്ലെയിൻ. ഓക്കെ, സോ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഏരിയ ഓഫ് സർക്കിൾ ആൻഡ് റെക്ടാങ്കിൾ, അതേ നമുക്ക് വേണ്ടു അല്ലേ? So to find the area of a rectangle, എന്താ വേണ്ടത് നമുക്ക്? ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ അല്ലേ? ആൻഡ് ഫോർ സർക്കിൾ ഇറ്റ് ഈസ് പൈ ആർ സ്ക്വയർ അല്ലേ? ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്ത്. ഹലോ,
നിങ്ങളെന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ഹലോ, ഓക്കെ. അപ്പം റെക്ടാങ്കിളിലാണെങ്കിൽ നമുക്ക് ഒരു ലെങ്ത്, ബ്രെഡ്ത്ത്. സർക്കിളിലാണെങ്കിൽ ഒരു റേഡിയസ്, അല്ലേ? റെക്ടാങ്കിളിൽ ലെങ്ത്, ബ്രെഡ്ത്ത് റീഡ് ചെയ്യണം, സർക്കിളിലാണെങ്കിൽ റേഡിയസ് റീഡ് ചെയ്യണം, അല്ലേ? കുഴപ്പമില്ലല്ലോ? ഇത്രയും ഭാഗം കുഴപ്പമില്ലല്ലോ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആകെ കൂടിയുള്ളത് 3 member functions. Get data to read the data, print data to display the data, area to calculate the area. ഓക്കെ, അപ്പം ആ ഒരു ഏരിയ എന്നുള്ള മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് വേണം? റെക്ടാങ്കിളുടെയും ഏരിയ കണ്ടുപിടിക്കണം, സർക്കിളുടെയും ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഹിയർ കംസ് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഓക്കെ, function overloading means the function overloading എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ function overloading എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ different functions, okay, more than one functions ഉണ്ടാവും, like void add int n int m. ഇപ്പം ഇതൊരു ഫംഗ്ഷൻ ആണ്, അല്ലെ? ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. void add int n int m means add ആണ് നമ്മുടെ ഫംഗ്ഷന്റെ നെയിം. ഇറ്റ് റിട്ടേൺസ് നോ ഡാറ്റ, അല്ലെ? പിന്നെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ 2 ഇന്റീജേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഇനി അനദർ ഫംഗ്ഷൻ int add int n int a int b int c. ഓക്കെ, അപ്പം സെക്കൻഡ് ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇന്റീജർ ഡാറ്റ റിട്ടേൺ ചെയ്യുന്നുണ്ട്. എ ബി സി മൂന്ന് ആർഗ്യുമെന്റ്സ്, ഇന്റീജർ വേരിയബിൾസ് ഉണ്ട് പാരാമീറ്റർ ആയിട്ട്, ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പം ഈ ഒരു 2 ഫംഗ്ഷനും സെയിം നെയിം ആണ്. ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെയിം നെയിം ആണെങ്കിൽ കൂടി ഈ 2 ഫംഗ്ഷൻസും ഡിഫറെന്റ് ആണ്, അല്ലെ? ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ്, ഒരു ഡാറ്റയും റിട്ടേൺ ചെയ്യുന്നില്ല, ഇന്റീജേഴ്സ് ആണ് പാസ് ചെയ്യുന്നത്. മറ്റേതോ ഒരു ഇന്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്, 3 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ഫംഗ്ഷൻ കൂടി കൊടുക്കാം. ആഡ് എന്നുള്ള പേരിൽ തന്നെ void add float x float y. സെയിം നെയിം ആണെങ്കിൽ കൂടി അതെന്താ ചെയ്യുന്നത്? 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്, അല്ലെ? 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ് പാരാമീറ്റർ ആയിട്ട് പോയിട്ടുള്ളത്, റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല. ഓക്കെ, സോ ഇതാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ പോളിമോർഫിസത്തിന്റെ എക്സാമ്പിൾ ആണിത്. ഓക്കെ, പോളിമോർഫിസം, കൺസെപ്റ്റ് ഓഫ് ഹൂപ്പ് ഓർക്കുന്നുണ്ടോ? ഒരേ കാര്യം തന്നെ നമുക്ക് ഡിഫറെന്റ് ഫോംസിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ അഡീഷൻ ആണ്, ആഡ് എന്നുള്ള പേര് സെയിം ആണ്. ഈ 3 ഫംഗ്ഷനിലും ഫംഗ്ഷൻ നെയിം സെയിം ആണ്, പക്ഷെ ചെയ്യുന്ന കാര്യം എങ്ങനെയാണ്? അഡീഷൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഡിഫറെന്റ് ആണ്. 3 ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആയിട്ടാണ് ഇതിനെ കാണുക. ഓക്കെ, കേൾക്കുന്നുണ്ടോ? മനസ്സിലായുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഏരിയ എന്ന് പറയുന്ന ആ ഒരു
ഫംഗ്ഷനെയാണ് നമ്മൾ ഓവർലോഡ് ചെയ്യുക. കാരണം ഒരു ഏരിയ എന്നുള്ള ഫംഗ്ഷനിൽ റെക്ടാങ്കിളിന്റെയും സർക്കിളിന്റെയും ഏരിയ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ. ഒരു ഏരിയ എന്നുള്ള പറയുമ്പം നമ്മളിപ്പോൾ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ റെക്ടാങ്കിളിന് വേറെ ഏരിയ, സർക്കിളിന് വേറെ ഏരിയ, ആ ഒരു രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. വിച്ച് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഈസ് സ്യൂട്ടബിൾ, വൈ, എക്സ്പ്ലെയിൻ. ഓക്കെ, അപ്പം ഇപ്പൊ ഞാനിവിടെ ക്ലാസ് ഷേപ്പില് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഐ ആം മേക്കിംഗ് ദിസ് ക്ലാസ് ഷേപ്പ് ആസ് ദി ബേസ് ക്ലാസ്. ഓക്കെ, ക്ലാസ് ഷേപ്പിനെ എനിക്ക് എന്ത് ചെയ്യാം, ഇൻഹെറിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ക്ലാസ് ഷേപ്പ് ആണ് എൻ്റെ ബേസ് ക്ലാസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ബേസ് ക്ലാസ്സിൽ ഉള്ള കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, റെക്ടാങ്കിൾ എന്നുള്ള ക്ലാസ്സിനും അതുപോലെ തന്നെ സർക്കിൾ എന്നുള്ള ക്ലാസ്സിനും എനിക്ക് ഇൻഹെറിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. ഓക്കെ, സോ റെക്ടാങ്കിൾ ആൻഡ് സർക്കിൾ ആർ മൈ ഡിറൈവഡ് ക്ലാസ് അല്ലെ. അപ്പം ഡിറൈവഡ് ക്ലാസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അപ്പൊ തന്നെ എന്ത് ചെയ്യണം, ക്ലാസ് റെക്ടാങ്കിൾ കോളൻ പബ്ലിക് ആയിട്ടാണ് ഞാൻ ആക്സസ് ചെയ്യുന്നത്, പബ്ലിക് ഷേപ്പ് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസ് സർക്കിൾ കോളൻ പബ്ലിക് ഷേപ്പ് അല്ലേ. ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്തേ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് എന്ത് പറയാം, ഷേപ്പ് എന്ന് പറയുന്നത് എൻ്റെ ബേസ് ക്ലാസ്സും റെക്ടാങ്കിൾ സർക്കിൾ എന്നുള്ളത് എൻ്റെ ഡിറൈവഡ് ക്ലാസ്സും. അപ്പൊ ഇത് എന്ത് ഇൻഹെറിറ്റൻസ് ആണ്? ഒരൊറ്റൊരു ബേസ് ക്ലാസ്സും മോർ ദാൻ വൺ ഡിറൈവഡ് ക്ലാസ്സും എന്താണ്, ഹെയറാർക്കിയൽ അല്ലെ, ഹെയറാർക്കിയൽ ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ബേസ് ക്ലാസ്സിൽ പബ്ലിക് സെക്ഷനിൽ ഐ ആം ഗോയിങ് ടു ഡിഫൈൻ ഏരിയ. ഓക്കെ, സോ വോയിഡ് ഏരിയ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, റെക്ടാങ്കിളുടെ ഏരിയ കാണാനുള്ള കാര്യമാണ് കൊടുക്കുന്നത്. വോയിഡ് ഏരിയ ലെങ്ത്തും ബ്രെഡ്ത്തും ഞാൻ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു, പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് എനിക്ക് എന്ത് പറയാം, സി ഔട്ട് ഏരിയ ഓഫ് റെക്ടാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ഇത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കണ്ടിട്ട് ആ വാല്യൂ അങ്ങനെ ഡിസ്പ്ലേ ചെയ്തോളും. ഓക്കെ, അതേപോലെ തന്നെ എനിക്ക് എന്ത് പറയാം, ഇവിടെ തന്നെ ഷേപ്പിൽ തന്നെ പബ്ലിക് സെക്ഷനിൽ ഞാൻ അടുത്ത പറയാൻ പോവാണ്, റെക്ടാങ്കിൾ സർക്കിളിന് വേണ്ടിയിട്ടുള്ള ഏരിയ. ഓക്കെ, സി ഔട്ട് ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഓക്കെ, പൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പം അതും ഡിസ്പ്ലേ ചെയ്തോളും അല്ലെ. അപ്പം എൻ്റെ ഷേപ്പ് എന്നുള്ള ബേസ് ക്ലാസ്സിലാണ് ഈ റെക്ടാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കേണ്ട മെമ്പർ ഫംഗ്ഷനും സർക്കിളുടെ ഏരിയ കണ്ടുപിടിക്കേണ്ട മെമ്പർ ഫംഗ്ഷനും. ഓക്കെ, ഇനി ഈ സെപ്പറേറ്റ് റെക്ടാങ്കിളിലും സർക്കിളിലും ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂസ് ഞാൻ വാങ്ങണം. മീൻസ് ലെങ്ത്തിന്റെ വാല്യൂ, ബ്രെഡ്ത്തിന്റെ വാല്യൂ, അതുപോലെ തന്നെ റേഡിയസിന്റെ വാല്യൂ. ഓക്കെ, സോ റെക്ടാങ്കിൾ ഏരിയയിൽ ഞാൻ പറയാണ് ഇൻ ഡെൽ കോമ ഡെൽ കോമ ബി എന്ന് പറയുന്ന സമയത്ത് ഓക്കെ
int L, B. Okay. പബ്ലിക് സെക്ഷനിൽ ഞാൻ പറയാണ് void get data ആ ഒരു മെമ്പർ ഫംഗ്ഷൻ കൊടുക്കാം. void get data. void get data എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എല്ലും ലെങ്ത്തും ബ്രെഡ്ത്തും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ enter the length and breadth in ഒരുമിച്ച് തന്നെ കാണിക്കുകയാണ്. CNL B. ഓക്കെ, റീഡ് ചെയ്തു. എനിക്ക് വേണമെങ്കിൽ അത് അപ്പം തന്നെ ഒന്ന് പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, സോ void ജസ്റ്റ് ലെങ്ത്തും ബ്രെഡ്ത്തും ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യിക്കുകയാണ്. സോ void പ്രിന്റ് എന്തായിരുന്നു നമ്മുടെ void പ്രിന്റ് മാത്രമായിരുന്നോ മെമ്പർ ഫംഗ്ഷൻ? ഓക്കെ, പ്രിന്റ് ഡാറ്റ. ഓക്കെ, void പ്രിന്റ് ഡാറ്റ അകത്ത് എന്ത് പറയാം? cout the length and breadth of rectangle R L and B. ഓക്കെ, സെയിം ഇതുപോലെ തന്നെ സർക്കിളിലും. സർക്കിളിൽ അപ്പം എന്തായിരിക്കും? void get dataയിൽ നമ്മൾ റീഡ് ചെയ്യേണ്ടത് റേഡിയസ് ആയിരിക്കും അല്ലേ? അപ്പോൾ void get data cout enter the radius scene R അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് R ഒന്ന് ഇവിടെ കൊടുക്കണം അല്ലേ? int R പബ്ലിക് സെക്ഷനിൽ ഈ മെമ്പർ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തു. ഓക്കെ, സീൻ R കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ പ്രിന്റ് ഡാറ്റയിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് റേഡിയസ് ഒന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. void print data cout radius of the circle is R. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഫുള്ള് നമ്മുടെ ക്ലാസ് ഷേപ്പ് കഴിഞ്ഞു, ക്ലാസ് റെക്ടാങ്കിൾ കഴിഞ്ഞു, ക്ലാസ് സർക്കിളും കഴിഞ്ഞു. എല്ലാ മെമ്പർ ഫംഗ്ഷനും നമ്മൾ എന്താ ക്ലാസിന്റെ അകത്ത് തന്നെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ ഈ ക്ലാസിന്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് വേണം? നമ്മുടെ ഹാഷ് ഇൻക്ലൂഡ് IOStream ഒക്കെ വേണം കേട്ടോ. ഞാനത് എഴുതിയിട്ടില്ല. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് IOStream.h hash include ponyo.h. ഓക്കെ ഓക്കെ, ഇനി void മെയിനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ ആദ്യം തന്നെ ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ? ഒബ്ജക്റ്റ് ക്രിയേഷൻ ചെയ്യാണ്. റെക്ടാങ്കിൾ എന്നുള്ളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം ക്ലാസ്സിന്. ഓക്കെ, റെക്ടാങ്കിൾ റെക്ട്. ഓക്കെ, റെക്ട് എന്നാണ് എൻ്റെ ഒബ്ജക്റ്റിന്റെ പേര്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ റെക്ട് ഡോട്ട് ഗെറ്റ് ഡാറ്റ ചെയ്തു. അപ്പൊ എന്തായി? എനിക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി അല്ലേ? ദെൻ റെക്ട് ഡോട്ട് പ്രിന്റ് ഡാറ്റ ചെയ്തു. അപ്പൊ ആ ലെങ്ത്തും ബ്രെഡ്ത്തും ഞാൻ എന്ത് ചെയ്തു? എക്സിക്യൂട്ട് ചെയ്തു, ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്തു. ഇനി എനിക്ക് എന്ത് വേണം? ഏരിയ കാണണം അല്ലേ? റെക്ട് ഡോട്ട് ഏരിയ. ഇനി ആ ലെങ്ത്തും ബ്രെഡ്ത്തും ആ ഒരു വാല്യൂ ആണ് ഞാൻ പാസ് ചെയ്യേണ്ടത് അല്ലേ? സോ ആ ലെങ്ത്ത് L, ബ്രെഡ്ത്ത് B, ആ
വാല്യൂ ഇങ്ങനെ പാസ് ചെയ്തു. അപ്പൊ റെക്റ്റിൽ എന്നുള്ള ആ ഒബ്ജക്റ്റിൽ ഓൾറെഡി ഉണ്ട്. റെക്ടാങ്കിൾ റെക്ട് ഗെറ്റ് ഡാറ്റ പറയുമ്പോൾ തന്നെ റെക്ട് എന്നുള്ള ഒബ്ജക്റ്റിൽ എല്ലിലും ബിയിലും ഓൾറെഡി ലെങ്ത്തും ബ്രെഡ്ത്തും വന്ന് നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ വാല്യൂസ് ആണ് ഞാൻ ഇവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് വിളിക്കുന്നത് ഏരിയ എന്നുള്ളൊരു ഫംഗ്ഷനെയാണ് വിളിക്കുക അല്ലെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എവിടെയെങ്കിലും ഏരിയ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നേരെ ഷേപ്പിലാണ് വന്ന് നിൽക്കുക. രണ്ട് ഏരിയാസ് കാണും അല്ലെ. സെയിം റിട്ടേൺ ടൈപ്പ് ആണ്, സെയിം അല്ലെ, സെയിം റിട്ടേൺ ടൈപ്പ്, സെയിം നെയിം, പാരാമീറ്റേഴ്സിൽ മാത്രമാണ് മാറ്റം. ഫംഗ്ഷൻ ഓവർലോഡിങ്. ഓക്കെ, അപ്പം ഇവിടെ രണ്ട് ഏരിയാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫംഗ്ഷൻ കോളിൽ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട് നോക്കും. ഫംഗ്ഷൻ കോളിൽ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഏരിയാസിൽ 2 പാരാമീറ്റേഴ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ആദ്യത്തെ ഏരിയയിൽ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, സെക്കൻഡ് ഏരിയയിൽ 1 പാരാമീറ്റർ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ 2 പാരാമീറ്റേഴ്സ് ഉള്ള ഈ ഏരിയ എന്നുള്ള ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതായത് കറക്റ്റ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ അത് തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? കറക്റ്റ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ ആ ഒരു വാല്യൂ തന്നെ ഡിസ്പ്ലേ കാണിക്കും. മനസ്സിലായോ? മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് എനിക്ക് സർക്കിളുടെ കാണാമെന്ന് വിചാരിച്ചോ, സർക്കിളുടെ ഏരിയ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? സർക്കിളുടെ റേഡിയസ് ഒക്കെ നമുക്ക് മേടിക്കണം അല്ലെ. അപ്പൊ അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? സർക്കിൾ എന്നുള്ള ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. ഈ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്ന സമയത്ത് റിട്ടേൺ ടൈപ്പും സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം അതെങ്ങനെയാ വെച്ചാവും, കുഴപ്പമില്ല, സെയിം ഫംഗ്ഷൻ നെയിം ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ സർക്കിൾ എന്നുള്ളതിന് ക്ലാസ്സിന് ഞാൻ ഓക്കെ ചെയ്യുന്നേ ഉള്ളൂ ഒബ്ജക്റ്റ്. അപ്പൊ സി ഡോട്ട് ഗെറ്റ് ഡാറ്റ എന്നുള്ള ചെയ്യുന്ന സമയത്ത് സി എന്നുള്ള ഒബ്ജക്റ്റിൽ എനിക്ക് റേഡിയസിന്റെ വാല്യൂ വന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ആ സി എന്നുള്ള ഒബ്ജക്റ്റിലുള്ള ആറിന്റെ വാല്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്തു അല്ലെ. എന്നിട്ട് സി ഡോട്ട് ഏരിയ ഓഫ് ആർ എന്ന് പറയുന്ന സമയത്ത് എന്ത് വന്നു? നമ്മുടെ ഈ 2 ഏരിയ എന്നുള്ള ഫംഗ്ഷനിലേക്ക് തന്നെ പോകും, ഷേപ്പിലുള്ളത്. എന്നിട്ട് അതിൽ ഏതിലാണ് ഒരൊറ്റൊരു പാരാമീറ്റർ ഉള്ളതെന്നുള്ളത് നോക്കും. എന്നിട്ട് കറക്റ്റ് ഈ സെക്കൻഡ് ഏരിയ ഫംഗ്ഷൻ ആണ്, മെമ്പർ ഫംഗ്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുക. കറക്റ്റ് ഏരിയ ഓഫ് ദ സർക്കിൾ പറഞ്ഞിട്ട് πr² തന്നെ നമുക്ക് കാണിക്കും. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹലോ, മനസ്സിലായോ? ജസ്റ്റ് മനസ്സിലായില്ല? അഭിജിത്തെ മനസ്സിലായില്ല എന്നാണോ, ഡൗട്ട് ഇല്ല എന്നാണോ? ഓക്കെ ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഓവർലോഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് ക്ലാസ് വെച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള വേറെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്.
ഓക്കെ, ഈ ഒരു ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്രിയേറ്റ് എ ക്ലാസ് ഇൻ CPP having 3 numbers, an integer number, sum of digits of the number, and a single digit formed by finding the sum of digits of the number until the number is a single digit. Okay, include appropriate functions to enter the number from user end, do calculations and displaying. Also include appropriate constructors for initializing all numbers to 0. For example, 1 2 3 6 ആണ് നമ്മൾ കൊടുക്കുന്ന നമ്പർ എന്നുണ്ടെങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ് 12 ആണ് അല്ലേ. 1 + 2 3, 3 + 3 6, 6 + 6 12 അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് ഇൻറ്റീജർ നമ്പർ ഉണ്ട്, ദെൻ സം ഓഫ് ഡിജിറ്റ്സ് ഉണ്ട്, പിന്നെ എ സിംഗിൾ ഡിജിറ്റ് ഫോർമഡ് ബൈ ഫൈൻഡിങ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ അണ്ടിൽ ദ നമ്പർ ഈസ് എ സിംഗിൾ ഡിജിറ്റ് അല്ലേ. ആ ഒരു സിംഗിൾ ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഒരു എക്സാമ്പിൾ വഴി കാണിച്ചു തന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലുള്ള 3 ഡാറ്റ നമ്പേഴ്സ് ആണ് ഈ കാണിച്ചേക്കുന്നത്. യൂസറിന്റെ അടുത്ത് വാങ്ങിച്ചിട്ടുള്ളൊരു നമ്പർ, ആ നമ്പറിന്റെ എക്സാക്ട് സം ഓഫ് ഡിജിറ്റ്, പിന്നെ ആ ഒരു നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ്സ് ഒരു സിംഗിൾ നമ്പർ ആവുന്ന വരെയുള്ള ഒരു സമ്മ് 3. ഓക്കെ, ഈ 3 മെമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഇത് ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് കറക്റ്റ് എങ്ങനെയാണ്, enter the number from user, do calculation and displaying. ഇതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ഹലോ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ ഓക്കെ, അഭിജിത്ത്, അനുവിന്ദ്, അപർണ, ഓക്കെ, അർച്ചിത, അരുൺ PK, അശ്വേത, ചന്ദ്രലേഖ, ഗോപിക, ഹർഷ്, ഹിപ്സു, ജസീം, പാർവതി, രോഹിത്, വൈഷ്ണവി, അശ്വിൻ രാജ്, ദീപ്തി, ഹരിത, ദീപ്തി, സനില, ശിശിര, സൗമ്യ. ഓക്കെ, ചന്ദ്രലേഖ, ദീപ്തി ആബ്സെന്റീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ആബ്സെന്റ് ആവാതെ നോക്കുക കേട്ടോ. നോക്കുന്ന സമയത്ത്